അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വികസനം ഇന്ത്യ പൂർത്തിയാക്കുകയാണ്. K6 എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ശബ്ദത്തേക്കാൾ 7.5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അതായത് മണിക്കൂറിൽ 9261 കിലോമീറ്റർ എന്നതാണ് ഈ മിസൈലിൻ്റെ വേഗം. നിലവിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ കീഴിൽ വികസനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് K6. മുൻഗാമികളായ K4, K5 മിസൈലുകളെ അപേക്ഷിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് K6. 2030 ഈ മിസൈൽ പരീക്ഷണം നടന്നേക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. 8000 കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്ത്യക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്ന ഒരു മിസൈലാണിത്. പരമ്പരാഗത പോർമുനകളും ആണവായുധവും വഹിക്കാൻ ശേഷിയുള്ളതാണ് K6 മിസൈൽ. ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധത്തിൻ്റെ നട്ടെല്ലായി മാറുന്ന അത്യാധുനിക ആയുധമായിരിക്കും ഇത്. DRDOയുടെ കീഴിലുള്ള ഹൈദരാബാദിലെ അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റം ലബോറട്ടറിയാണ് മിസൈലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. K6 മിസൈൽ പദ്ധതി ആരംഭിക്കുന്നത് 2017-ലാണ്. വെറും 8 വർഷം കൊണ്ട് ആ മിസൈൽ വികസനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അതിവേഗം മിസൈൽ വികസനം നടക്കുന്നത്. നിലവിൽ ചൈനയുടെ പക്കലുള്ള JL-3 എന്ന SLBM-ന് 9000 കിലോമീറ്ററോളം പ്രഹരപരിധിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും പ്രതിരോധത്തിനായി ആക്രമണശേഷി ഉയർത്തുന്നത്. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ മിക്ക രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് നമ്മുടെ K6 മിസൈലിനെ തടയാൻ കഴിയില്ല. അഗ്നി 5 മിസൈലിനെ പോലെ ഇതിനും ഒരേ സമയം ഒന്നിലധികം പോർമുനകൾ വഹിക്കാനാകും. അതായത് ഒറ്റ വിക്ഷേപണത്തിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനാകും. ഇതിനായുള്ള MIRV എന്ന ടെക്നോളജി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചതാണ്. ഇതിൻ്റെ ആക്രമണം തടസ്സപ്പെടുത്തുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യം തന്നെയാണ്. ലോകത്ത് MIRV സാങ്കേതികവിദ്യ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായുള്ളൂ. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ നിലവിൽ ഈ സാങ്കേതികവിദ്യ വശമുള്ളൂ. ഈ എലൈറ്റ് ക്ലബ്ബിലാണ് ഇപ്പോൾ ഇന്ത്യയും ഉൾപ്പെടുന്നത്. അധികം മിസൈലുകൾ വിക്ഷേപിക്കാതെ തന്നെ ശത്രുവിൻ്റെ മേൽ പരമാവധി ആഘാതം ഉണ്ടാക്കാനും ഇതിന് കഴിയും. 8000 കിലോമീറ്ററോളം ദൂരത്തേക്ക് ആക്രമണം നടത്താമെന്നതിനാൽ സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് കടലിൻ്റെ അടിയിൽ നിന്ന് പോലും ശത്രുവിനെ ആക്രമിക്കാൻ കഴിയുമെന്നതാണ് K6 മിസൈൽ കൊണ്ടുള്ള മെച്ചം. 3 ഘട്ടങ്ങളുള്ള ഖര ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന മിസൈലാണ് ഇത്. 12 മീറ്റർ നീളവും 2 മീറ്റർ വ്യാസവുമുള്ള മിസൈലിന് 3000 കിലോയോളം ഭാരമുള്ള പോർമുനകൾ വഹിക്കാനും സാധിക്കും. ഇപ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ ഇന്ത്യയുടെ നിലവിലുള്ള അന്തർവാഹിനികൾക്ക് ഈ മിസൈലിനെ വഹിക്കാനാകില്ല. മിസൈലിൻ്റെ വലുപ്പം കൂടുതൽ തന്നെയാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ തദ്ദേശീയമായി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പുതിയൊരു അന്തർവാഹിനി വികസിപ്പിക്കുന്നുണ്ട്. S5 എന്ന കോഡിൽ വികസിപ്പിക്കുന്ന ഈ അന്തർവാഹിനിക്ക് 16 K6 മിസൈലുകൾ ഒരേ സമയം വഹിക്കാനാകും. നിലവിലെ അരിഹന്ത് ക്ലാസ്സിലുള്ള ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളെക്കാൾ ഭാരമുള്ളവയായിരിക്കും S5 ക്ലാസ്സിലുള്ളവ. ഇതിന് ഏകദേശം 13,000 ടൺ ഭാരമുണ്ടായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ച 190 മെഗാവാട്ട് റിയാക്ടറായിരിക്കും അന്തർവാഹിനിക്ക് ഊർജ്ജം നൽകുന്നത്. അരിഹന്ത് ക്ലാസ്സിലുള്ള അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നത് 83 മെഗാവാട്ട് റിയാക്ടറാണ്. അന്തർവാഹിനിയുടെ ഡിസൈനും മറ്റ് കാര്യങ്ങളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 2027 നിർമ്മാണം ആരംഭിച്ച് 2030 ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റെൽത്ത് സവിശേഷതകൾ കൂടിയുള്ള അന്തർവാഹിനിയാകും S5 ക്ലാസ്സിലുള്ളത്. നിലവിൽ കരയിൽ നിന്നും കടലിൽ നിന്നും സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഈ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന മിസൈലാണ് K6. ബ്രഹ്മോസിനേക്കാൾ ശക്തിയും ദൂരപരിധിയുമുള്ള ഈ K6 മിസൈൽ S5 ക്ലാസ് ആണവോർജ്ജ അന്തർവാഹിനികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ്. പാകിസ്ഥാനിലെ കറാച്ചി പോലെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ വരെ ഈ മിസൈൽ ലക്ഷ്യമിടാൻ കഴിയും. K6 മിസൈലിൻ്റെ പരീക്ഷണം കഴിയുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷി ലോകോന്നത തലത്തിലേക്കാണ് ഉയരാൻ പോകുന്നത്.